നമുക്കിന്ന് ഈസി ആയിട്ട് ബ്രെഡും മുട്ടയും കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്സ് നോക്കിയാലോ. നമുക്ക് ഒരു മുട്ടയും 2 ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരം 4 മണിക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈസി ആൻഡ് ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. കൊച്ചു കുട്ടികളൊരു പിസ്സയൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റോടുകൂടി അവർ കഴിക്കും. അത്രയ്ക്ക് ഈസിയാണ്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബ്രെഡിലെ ഏറ്റവും നമ്മൾ കൂടുതൽ ഒഴിവാക്കുന്ന ഒരു ഐറ്റമാണ് ഈ മുകളിലത്തെ ഒരു സ്ലൈസും അതുപോലെ അവസാനത്തെ ഈ ഒരു സ്ലൈസും എന്ന് പറയുന്നല്ലേ. പക്ഷെ നമ്മളിപ്പോൾ അയാളെ കൂടെ ഇങ്ങ് കൂട്ടാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, ചെറുതാണെങ്കിൽ നമുക്ക് ഒന്നെടുക്കാം, കൂട്ടത്തിൽ ഒരു പകുതി തക്കാളിയും പിന്നെ ഒരു ചെറിയ സ്ലൈസ് ക്യാപ്സിക്കവും പിന്നെ മുളക് വേണമെങ്കിൽ മാത്രം, പിന്നെ കുരുമുളക് പൊടി ചേർക്കാണ്. കൊച്ചുകുട്ടികളൊക്കെ ഉള്ളിടത്ത് മുളക് നമുക്ക് ഒഴിവാക്കാം. കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആദ്യം എടുത്ത് വെച്ച ആ ബ്രെഡില്ലേ അതിനെ കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല തിക്ക് ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. ബ്രെഡിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ കൺസിസ്റ്റൻസിയുടെ തിക്നെസ്സും കൂടും. അതിനുശേഷം നമുക്കൊരു പാന് ചൂടാക്കി നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തിക്ക് ബാറ്ററൂടെ അതിലോട്ട് ഒഴിച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ മറിച്ചിടുന്ന ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് വേറൊരു പാനിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത്. ആ ഒരു പാനിലൂടെ മാറ്റിക്കൊടുത്ത് മറിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ തന്നെ 2 മിനിറ്റ് പോലും വേണ്ട. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ ഒരു ചീസൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിസ്സയാണെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ കൊണ്ട് പറ്റിച്ചൊക്കെ കഴിപ്പിക്കാം. പുറത്തുനിന്ന് പിസ്സ മേടിക്കാതെ ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ്. എഗ്ഗൊക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. ഈസി ആയിട്ടുള്ള ഇതുപോലുള്ള സ്നാക്സിന് വേണ്ടി നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. കൂടാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ടും അറിയിക്കണം.